എന്നാ അത് എൻ്റെ മോനില്ലേ കോളേജിൽ പോകുന്നു. കുട്ടികളിൽ ഇപ്പോൾ പല കുറ്റത്തിലും തെറ്റിലും എല്ലാം പോകുന്നു. ഒരു കണ്ണ് പിന്നിട്ട് ഓൻ മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ട് ഓനെ നോക്കാൻ പോകുന്നു. എന്തെല്ലാം നമ്മൾ കേരളത്തിൽ നടക്കുന്നു. ആ ചെക്കൻ ഉമ്മാനെ കൊന്ന കണ്ടില്ലെങ്കിൽ മയക്കുമരുന്ന് അടിച്ചിട്ടാ പോലും. അത് സുഖയില്ലാത്ത ഉമ്മാന ചെക്കൻ പൂച്ചിച്ചിട്ട് പോലീസുകാർ കൊണ്ടുപോകും ജീപ്പിൽ നിന്ന് കളിക്കുന്ന കളി കണ്ടിനെ. എന്തെല്ലാം കളിയാണ്, എന്തെല്ലാം കാണിക്കുന്നു. ചെക്കൻ പറഞ്ഞു കേട്ടിനാ പറമ്പ് വിറ്റിട്ട് ചെക്കനക്ക് പൈസ കൊടുത്തായിട്ടാവും പോകുന്നത്. പിന്നെ ഉണ്ടാക്കിയത് കൂലിയാണ്. അങ്ങനെയാ പറഞ്ഞത്. ഇതാ ഇന്നത്തെ കുട്ടികൾ. പിന്നെ ഇനി വേറെ ഒന്നും അറിയില്ല. സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷ കൊല്ലൂന്ന് ഭീഷണിപ്പെടുത്തി. ഇതെല്ലാം എന്തെല്ലാം കുട്ടികളാണ്. നമ്മളെ കേരളം എങ്ങോട്ടാണ് മോനെ പോകുന്നത്? എന്താ സ്ഥിതി? എന്തെല്ലാം കാണിക്കുന്നു. പിന്നെ ഈ ഞാൻ കുട്ടികൾ മൊബൈൽ ഫോണിൽ കാണിച്ചാൽ കാണിക്കാം. ഒരു നായി അതിൻ്റെ കുട്ടീനെ എടുത്തിട്ട് ആ മൃഗാശുപത്രിയിൽ പോന്ന്. എന്നിട്ട് അത് ഡോക്ടറെ അടുത്ത് കാണിക്കുന്നത്. എന്നിട്ട് അത് നോക്കുമ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ആ നായി അതെല്ലാം അങ്ങനെയെല്ലാം സ്നേഹമുണ്ട് അമ്മമാർക്ക് മക്കൾ വരും. അതിനാക്കട്ടെ സ്നേഹിച്ചിട്ടല്ലേ ഇതിനെല്ലാം പൂജിച്ചിട്ടുണ്ടാവുക. ആ മോനെ എന്തെല്ലാം കാണുന്നു. മനുഷ്യൻ്റെ സ്നേഹമല്ലേ വീടിയെ പോയി. എന്ത് മനുഷ്യന്മാരായിക്കോട്ടെ. എനിക്കൊന്നും തിരിയുന്നില്ല. നമ്മുടെ നാടെങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്തെങ്കിലും പറഞ്ഞാൽ കുത്തിക്കൊല്ലുക, ചവിട്ടിക്കൊല്ലുക. ഇങ്ങനെയല്ലേ അവസ്ഥയിൽ പോവാം. ഹോട്ടലിൽ നിന്ന് തിന്നിട്ട് പൈസയ്ക്ക് വെച്ചിട്ട് അതിന് കൊല്ലുന്നു. ഇതെല്ലാം നമ്മളെ നാടിപ്പോ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇതെല്ലാം എന്തിൻ്റെയാന്ന് ആരാന്ന് പ്രചോദനം കൊടുക്കുന്നു? കുറേ കുറ്റങ്ങളുണ്ട് പോലും. സിനിമ കണ്ടിട്ടുണ്ട് പോലും അങ്ങനെ പറയുന്നുണ്ട്. മയക്കുമരുന്ന് അടിച്ചിട്ടാന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം ആരാ? എന്തെന്നാ ആരെയാ? മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന ആളുണ്ടാവില്ല, കമ്പനി ഉണ്ടാവില്ല. അതിനെ പൂട്ടിക്കില്ല, അതിനെ കണ്ടുപിടിക്കുന്നു. ഇത് വിൽക്കുന്ന ആളെയല്ലേ പിടിക്കുന്നത്. എന്നാൽ പിന്നെ ഉണ്ടാക്കുന്ന ഇടുന്ന കണ്ടുപിടിച്ചിട്ട് പിടിക്കണ്ടേ? ആവൂല്ല. എന്തെന്ന അവസ്ഥ. നമ്മളെ നാടെങ്ങോട്ടേക്ക് പോകുന്നു. എന്തും കാട്ടി ഞാൻ എൻ്റെ ചെക്കനെ നോക്കിയിട്ട് വരാം. നമുക്കിപ്പോൾ അതെല്ലാം ചെയ്യാൻ കഴിയും. ആരല്ല കൂട്ടുകെട്ടെന്ന് അറിയണ്ട. നമ്മളെപ്പോൾ നമ്മളെ കുട്ടികളെ ഒരു കണ്ണുണ്ടെന്ന് അവർക്ക് തോന്നണം.